ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് കറന്റ് പേഴ്സൺ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ള റീഡിംഗ് ആണ്. സോ മച്ച് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കറന്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള റീഡിംഗ് ആണ്. സോ ആസ് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3 ഉണ്ട്. സോ അവിടെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫയൽ എന്നുള്ളത്. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് ഫേവറേറ്റ് ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനോടൊപ്പം കുറച്ച് ഹാൻഡ് റിട്ടൺ മെസ്സേജസും കൂടെ നമുക്ക് പോർട്ടലിലുണ്ട്. സോ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഫ്രം ദാറ്റ് പേഴ്സൺ, അവർ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസും നമ്മൾ എൻഡ് ഓഫ് ദിസ് വീഡിയോ, എൻഡ് ഓഫ് യുവർ റീഡിംഗ് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഇസ് എ സ്പെഷ്യൽ ഗൈഡൻസ് ഫോർ ടുഡേ. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. സോ നിങ്ങൾ പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കാണുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഫ്രം ദ അനാലിറ്റിക്സ്. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹെൽപ്പ് മൈ ചാനൽ ഗ്രോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എൻ്റെ വീഡിയോ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. സോ ആദ്യമായിട്ട് നമുക്ക് ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് എന്താണ് എന്നുള്ളത് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് ഡിവൈൻ ഫെമിനൈൻ ഗൈഡൻസ് എന്താണെന്ന് തന്നെ നോക്കാം. സോ ഡിവൈൻ ഫെമിനൈൻ ഗൈഡൻസിൽ ഐ ഹാവ് ഗോട്ട് ലക്ഷ്മി. So Lakshmi, the goddess of abundance, I choose to feel abundant. Wealth is an inside job. സോ ബേസിക്കലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളൊരു വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ഒരുപാട് മുന്നിലേക്ക് വന്ന പോലെയുള്ള എനർജി ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. അലോങ് വിത്ത് ദാറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവും. ദേ വോണ്ട് യു ടു ബി ഹാപ്പി. നിങ്ങളെ എപ്പോഴും സന്തോഷത്തോടെ വെക്കാനും നിങ്ങൾക്ക് അബണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ രീതിയിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ് വിത്ത് ലക്ഷ്മി കാർഡ്, ദ ഗോഡസ് ഓഫ് അബണ്ടൻസ്. ഐ ചൂസ് ടു ഫീൽ അബണ്ടന്റ് ആൻഡ് വെൽത്ത് ഇസ് ആൻ ഇൻസൈഡ് ജോബ്. ആൻഡ് അത്രയും തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഭയങ്കര അബണ്ടന്റ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സെയിം വേ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും അവരുടെ ലൈഫിൽ ലക്ഷ്മി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുമെന്നും അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്നും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഒരുപാട് അബണ്ടൻസ് നിങ്ങൾ കാരണം വരുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഇത് ലക്ഷ്മി കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് കറന്റ് ഫീലിംഗിൽ ഐ സി ക്വീൻ ഓഫ് പെന്റക്കിൾസ്. സോ അവർ കറന്റ്ലി അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരുടെ ഭാഗ്യദേവതയാണ് അല്ലെങ്കിൽ ഭാഗ്യ കൊണ്ടുവരുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ്. ഇത് വെദർ ഇറ്റ് ഇസ് മെയിൽ ഓർ ഫീമെയിൽ, അവരുടെ ലൈഫിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലക്ക് അവർക്ക് ഉണ്ടാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ ദേ സീ യു ആസ് എ ലക്കി ചാം. അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുന്നേ നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒന്നുകിൽ ഈ റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് അബണ്ടന്റും സ്റ്റേബിളും ആവും എന്നുള്ളതാണ് വിത്ത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു മണി ഡെഫിഷ്യന്റ് ആയിട്ട് മൂന്നാമതൊരാളുടെ സഹായം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് ഡിപ്പെൻഡന്റ് അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വുമൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് കാണുന്നത്. പക്ഷെ കറന്റ്ലി നിങ്ങളുടെ പേഴ്സണ് ഒരു വിഷമം ഉണ്ടാവാം. മേ ബി അതൊരു പാസ്റ്റിലെ കാര്യം കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബ് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എന്തെങ്കിലും സ്ട്രെസ് ആയിരിക്കാം. സോ അത് എന്തോ ഒരു കാരണം ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കറന്റ്ലി വിഷമിക്കുന്നുണ്ടാവും. നിങ്ങളിൽ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ആലോചിച്ച് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു 5 ഓഫ് പെന്റക്കിൾസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരു 5 മാസമായിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ there is something going between you guys. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് യു ക്യാൻ സീ
അവിടെ ഒരു ലോക്ക് ഉണ്ട്, അതിന്റെ കീ അതിന്റെ സൈഡ് ബൈ തന്നെ ഉണ്ട്. സോ ദേ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. പക്ഷെങ്കിൽ ഇപ്പോ അവരുടെ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദേ ആർ ലിറ്റിൽ ബിറ്റ് ഒരു വിഷമം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. 5 of Pentacles എനർജി. സോ ഐ സീ ദാറ്റ് എനർജി, ഒരു വിഷമം എന്തോ ഒരു കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് കറന്റ്ലി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ 5 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ ദ ഹെർമിറ്റ് കാർഡ്. അതായത് along with 5 of Pentacles ആയതുകൊണ്ട് ചിലപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറന്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം. ചെറിയ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു പേഴ്സൺ ഇപ്പം കറന്റ്ലി പല കാര്യങ്ങളും അയാളെ പറ്റി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. പല കാര്യങ്ങളും അയാളെ പറ്റി തന്നെ ഇപ്പം ചിന്തിച്ച് കുറച്ചുകൂടെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, അതായത് നമ്മളെ പറ്റി തന്നെ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും നമ്മളെ സെൽഫ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം അതൊക്കെ പറ്റി ചിന്തിക്കാനും അയാളൊരു നല്ല മനുഷ്യനായിട്ട് മുന്നോട്ടേക്ക് വരാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒരു പേഴ്സൺ കറന്റ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്രയും നാൾ ഉണ്ടായതിന് അത്ര ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടായതിന് അത്ര സംസാരം കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം തോന്നാനുള്ള ചാൻസസ് ഉണ്ട് വിത്ത് ഹെർമിറ്റ് കാർഡ്. ആ ഒരു എനർജി ഉണ്ട്. അതായത് ദേ ആർ ഇപ്പൊ ഒരു കുറച്ച് പ്രൈവസി അല്ലെങ്കിൽ കുറച്ച് ടൈം പീരീഡിൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി ഒതുങ്ങിയ പോലെ ഒരു എനർജി ഉണ്ടാവാം. നെക്സ്റ്റ് ഐ സീ 3 of Pentacles. അവർ നിങ്ങളെ ഭയങ്കര പാഷനേറ്റ്ലി ഡിസയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആണ് മാരി ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാനുള്ള ചാൻസസ് ഒക്കെയാണ് വിത്ത് 3 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദേ വോണ്ട് യു ടു ബി ഇൻ ദെയർ ലൈഫ്. അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി എന്തായാലും വേണം. അതൊരു നെസസിറ്റിയാണ്, അത് എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങളെ ഒരു അവരുടെ ലൈഫിൽ ഒരിക്കലും വിടാൻ പറ്റാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ അവർ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഐ സി 7 of Wands. 7 of Wands എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 5 of Pentacles, ഹെർമിറ്റ് ആൻഡ് 7 of Wands എനർജി അവർ അവരിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരൊരു ബെറ്റർ പേഴ്സൺ ആക്കാനും അവർ മെഡിറ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ അവരെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ കറന്റ് എനർജി ഇസ് ലൈക്ക് അവര് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി പെർഫെക്റ്റ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് ദേ ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദംസെൽഫ്. അവർ നിങ്ങളോട് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു ഓറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് വിത്ത് 7 of Wands എനർജി എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് മോർ ഓഫ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സെൽഫ് വർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിക്ക് പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് 7 of Wands എനർജി എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഐ സി കിങ് ഓഫ് സോർഡ്സ് എനർജി, വിച്ച് മീൻസ് ഈ ഒരു പേഴ്സൺ ചിലപ്പം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു അടിപിടി ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതിന് ശേഷമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവുക. ബട്ട് അവരൊരിക്കലും അത് നിങ്ങൾ കാരണമാണെന്നല്ല വിചാരിക്കുന്നത്, അവരുടേതായിട്ടുള്ള കാരണം കൊണ്ടാണെന്നും അത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് അവരുടെ മേലെ തന്നെ വർക്ക് ചെയ്യണമെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിത്ത് കിങ് ഓഫ് സോർഡ്സ് എനർജി. ആൻഡ് ഐ സീ 10 of Wands എനർജി വിച്ച് മീൻസ് അഗെയിൻ ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ്. സോ ഈ കണ്ടിരിക്കുന്ന ആൾക്കാർ മിക്കവാറും കുറെ പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ആയിട്ട് ഇപ്പൊ കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ഒന്നിക്കൽ എന്തെങ്കിലും വഴക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നോ കോണ്ടാക്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ ഇസ് നൗ ട്രൈങ് ടു ബിൽഡ് ദെംസെൽഫ്. അതായത് അവരെ നന്നാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒത്ത ഒരാളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ സെൽഫായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് ബേസിക്കലി അവരെ സ്പിരിച്വൽ ഗ്രോത്തിന്റെ ടൈമാണ്. അവര് സ്പിരിച്വലി കണക്ട് ആവുന്നതും അവരുടെ ആ ഒരു ഗ്രോത്ത് ഫേസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിവൈൻ കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എനിവേ അവർ നിങ്ങളെ തന്നെ പെർസ്യൂ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഇവിടെ അതൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റോ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ നിങ്ങളെ തന്നെ വേണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ മേലെ വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. 5 1 എനർജി.
സോ നിങ്ങൾക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് ഏഞ്ചൽ മെസ്സേജസിലൂടെ ചോദിക്കാം. സോ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, അത് ടൈം റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒപ്പീനിയൻ, ഏഞ്ചൽസിന്റെ ഒപ്പീനിയൻ എന്താ എന്നുള്ളതായിരിക്കാം. സോ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഫസ്റ്റ് തിങ് I see, communicate clearly, which means that നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വഴക്കിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റുഡ് ആയിരിക്കാം. അതായത് നിങ്ങൾ പറഞ്ഞതല്ലായിരിക്കും അയാൾ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾ പറഞ്ഞത് മിസ്അണ്ടർസ്റ്റുഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. കുറച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ആവാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വില്ലനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ എന്തൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിത്ത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സി നോ, എന്തോ ഒരു കാര്യം നടക്കില്ല എന്നും പറയുന്നുണ്ട്. നോ ഉണ്ട്, പക്ഷെ ഒരു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആയപ്പം ഇറ്റ് ഇസ് ലൈക്ക് എ ഗൈഡൻസ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു നോ ഉണ്ട്. സോ ആ നോവിനെ നമുക്ക് മറികടക്കണമെങ്കിൽ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആൻഡ് അതിൻ്റെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള റീഡിംഗ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ, ബട്ട് ക്ലിയർലി ഐ ഡോണ്ട് നോ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷെ ഈ ഒരു പേഴ്സൺ സെൽഫ് ഇംപ്രൂവ്മെന്റിനും ട്രാൻസ്ഫോർമേഷനും ഉള്ള ഒരു ടൈമിലാണെന്നാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റെക്ടിഫൈ ദാറ്റ്. അതിന്റെ മേലെ വർക്ക് ചെയ്യുക, നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. സോ അടുത്തതായിട്ട് നമുക്ക് എന്താണ് the written messages from universe from that person നോക്കാം. നമുക്ക് 2-3 മെസ്സേജസ് എടുക്കാം. So I have taken 3 messages. So okay, the first message is, can we go for a date? അവർ നിങ്ങളെ കൊണ്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഈ ഒരു പേഴ്സൺ ദേ വാണ്ട് യു എന്നുള്ളത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദർ ഈസ് സംതിങ് ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു. ചിലപ്പം ഈ ഒരു പേഴ്സണെ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊത്ത ഒരാളല്ലേ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനൊത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ആണ് എന്നുള്ളതും കൂടിയാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് ഐ സി റെസ്പെക്ട് ബൗണ്ടറീസ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വഴക്കിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു പേഴ്സന്റെ പേഴ്സണൽ സ്പേസിലെ ഇൻട്രൂഷൻ ആയിരിക്കാം. ഐദർ നിങ്ങളുടെ സൈഡിലായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ സൈഡിലായിരിക്കാം. അയാൾക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം. അതായത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള താല്പര്യമുണ്ട്, അയാളൊരു ഡിഫറെന്റ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി അയാൾക്ക് കൊടുക്കേണ്ട സ്പേസ് പല കാര്യത്തിലും കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് കിട്ടുന്നില്ല എന്നുള്ളൊരു തോട്ട് ആ ഒരു പേഴ്സൺ ഉണ്ടാവാം. സോ യു ഹാവ് ടു റെസ്പെക്ട് ആൻഡ് ബൗണ്ടറീസ്. ഓവർ പോസിറ്റീവ് ആവേണ്ട കാര്യമില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് കൂടെ കാണുന്നു. നെക്സ്റ്റ് വി വിൽ ചെക്ക് ദ നെക്സ്റ്റ് മെസ്സേജ്. ഓക്കെ, ഇതില് കംപ്ലീറ്റ്ലി ക്ലിയർ ആയി വാട്ട് ഐ ഹാവ് റെഡ് ആൻഡ് എന്താണ് റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി റെസണേറ്റിംഗ് വിത്ത് ദാറ്റ്. ഐ സീ യു ആർ amazing and I love you. So they definitely love you and they are saying that you are amazing. നിങ്ങൾ അടിപൊളിയാണെന്ന് അവരും പറയുന്നുണ്ട്. They know that you are the lucky charm. അയാളുടെ ലൈഫിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അബണ്ടൻസിലാണ്, നിങ്ങളുടെ എനർജിയിലാണെന്നൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ്
They want to tell you just one thing, that you are amazing and I love you. They want to take you for a date. നിങ്ങളെ ഒരു ഡേറ്റിന് കൊണ്ടുപോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ only thing they are asking you is to communicate clearly. നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയണം, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്നുള്ളത് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. along with that അയാളുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യണം. അതായത് അയാളുടെ അനാവശ്യമായിട്ട് അയാളുടെ കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇയാളുടെ കറന്റ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ഐ വിൽ സെൻഡ് യു ദ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റീഡിംഗ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളതിന്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വൺസ് അഗെയിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർക്കുള്ള റീഡിംഗിലേക്ക് പോകാം. സോ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഡിവൈൻ ഫെമിനൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഐ സീ മേരി ഓഫ് നസ്രത്ത്, the mother of God. I am blessed. My courage give birth to the divine. So ഇതില് അവര് നിങ്ങളൊരു ഗോഡസ് എനർജിയിലാണ് കാണുന്നത്. അതായത് ഗോഡിന്റെ മദർ എന്ന് പറയുമ്പം ദേ ആർ ലൈക്ക് സച്ച് ഡിവൈൻ എനർജി. അതായത് അത്രയും ഡിവൈൻ ആയിട്ടില്ല, അത്രയും പവർ ഉള്ള, അത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും കഴിവുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മേരി ഓഫ് നസ്രത്ത് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അവരുടെ കറന്റ് ഫീലിംഗ്സ് ഫോർ യു എന്താണെന്ന് നമുക്ക് നോക്കാം. So same 5 of Pentacles, doubtful situation, doubt, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഉണ്ടാവാം. അതായത് കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം, കുറച്ച് ഡൗട്ട് ഉണ്ടാവാം, കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാം, അറ്റ് ദ സെയിം ടൈം കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ടാവാം. ഈ ഒരു പേഴ്സണായിട്ട് കമ്മിറ്റഡ് ആവാനുള്ളൊരു പേടി ഉണ്ടാവാം എന്നുള്ളതാണ് ഇത് 5 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐ സീ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, ഒരു കാര്യം മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നതിന്റെ മുന്നെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. സോ ദാറ്റ് ഈസ് ദ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. എടുത്തുചാട്ടം എനർജി, എടുത്തുചാട്ടം ചെയ്യുന്ന എനർജി ഉണ്ട് എന്നുള്ളതാണ് വിത്ത് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടോ എന്ന് ഈ ഒരു പേഴ്സൺ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പാഷനേറ്റ് എനർജിയാണ്. നിങ്ങളെ അവർ പാഷനായിട്ട്, അതായത് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് വിത്ത് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി. ആൻഡ് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നും നിങ്ങളുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തണം എന്നുള്ളതും ആഗ്രഹമുണ്ട്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ഐ സി 3 of Pentacles. അതായത് അവർക്ക് നിങ്ങളെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്കുള്ള പെർഫെക്റ്റ് മാച്ച് നിങ്ങളാണ് എന്ന് ഈ ഒരു പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ട് വിത്ത് 3 of Pentacles. ബിക്കോസ് ദേ നോ ദാറ്റ് നിങ്ങളെ കൊണ്ട് മാത്രമേ അയാൾക്ക് ഒരു ഹാപ്പി ലൈഫ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾക്കൊരു വാട്ട് ഹി വാണ്ട്, അതായത് അയാൾക്ക് ആഗ്രഹം എന്താണോ ആ ഒരു രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അത് നിങ്ങൾക്ക് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐ സീ ദ സ്റ്റാർ കാർഡ്. അയാൾ നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ടാണ് കാണുന്നത്, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റാർ വാല്യൂ കിട്ടുന്നത്, നിങ്ങൾ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന്, നിങ്ങൾക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ തരാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ കഴിവുണ്ടാകാം, എക്സ്ട്രാ ആയിട്ട് കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. സോ ദി ആർ സമ്മൺ ഫേമസ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സന്റെ നിങ്ങളുടെ അടുത്തേക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. യു വിൽ ഗെറ്റ് ദാറ്റ് ക്വീൻ ഓർ ദ പീക്കിംഗ് ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളത് പറയില്ലേ, ആ ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ ഒരാളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ബിക്കോസ് ദേ ഫീൽ ദാറ്റ് യു ആർ എ സ്റ്റാർ. നിങ്ങൾക്ക് പല കഴിവുകളുണ്ട്,
അയാൾക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതുമായിട്ടുള്ള പല കഴിവുകളും ഉണ്ട് എന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഐ സേ 9 of Pentacles. അവർക്കറിയാം നിങ്ങൾ ഒറ്റയ്ക്കായാലും നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് അവർക്കറിയാം. ലൈക്ക് അവർക്ക് അറിയാം യു ആർ സ്ട്രോങ് ഇനഫ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ആയാലും നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കുറച്ചു നേരം മിണ്ടാതിരുന്നാലും നിങ്ങൾ ഓക്കെ ആയിരിക്കും. യു ക്യാൻ ഹാൻഡിൽ യുവർ സെൽഫ് വെൽ എന്നുള്ളതാണ് വിത്ത് 9 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് an energy where ആ ഒരു പേഴ്സണിന് നിങ്ങളെ ചിലപ്പം അടി ഉണ്ടായി നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഒക്കെ അയാൾക്ക് ഒരു ടെൻഷൻ വരും. കാരണം നിങ്ങൾക്ക് ഓക്കെ ആണെന്നറിയാം. അതായത് നിങ്ങൾ അയാൾ ഇട്ടിട്ട് പോവോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം എന്നുള്ളതാണ്. 9 of Pentacles എനർജി എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാലും നിങ്ങൾ ഓക്കെ ആണെന്നുള്ള ഒരു തോട്ട് അയാൾക്കുണ്ട്. സോ they won't try to trigger you. അതായത് നിങ്ങളെ ട്രിഗർ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യില്ല. നെക്സ്റ്റ് ഐ സി നൈറ്റ് ഓഫ് വാൻസ് എനർജി. ഹൈലി പാഷനേറ്റ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ നന്നായിട്ട് ഡിസയർ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി മെന്റലി ഒക്കെ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലുള്ള അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വിത്ത് നൈറ്റ് ഓഫ് വാൻസ് കാർഡ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ദേ ആർ വെരി മച്ച് അട്രാക്റ്റഡ് ടു യു. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ആൻഡ് ദേ സീ യു ആസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അതായത് ഭയങ്കര ഭംഗിയുള്ള ഫിസിക്കലി നിങ്ങൾ നല്ലൊരു ബ്യൂട്ടിയാണ് എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ അടുത്ത് ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കര കൂടുതൽ ആയിരിക്കും ഈ ഒരു പേഴ്സൺ. അലോങ് വിത്ത് ദാറ്റ് ഐ സീ 2 of Cups which means lovers. നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളത്. നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എനർജി ഒരിക്കലും ന്യൂ ആയിട്ട് തോന്നില്ല. പകരം യു ഫീൽ ദാറ്റ് കുറെ നാളായിട്ട് ഈ ഒരു പേഴ്സൺ എനിക്ക് അറിയാലോ, ഇയാളെ എനിക്ക് ഇപ്പോഴാണോ കാണുന്നത്, ഈ ഒരു പേഴ്സണ് ദിസ് ഇസ് ലൈക്ക് പാസ്റ്റ് ലൈഫിൽ ഇയാളെ എനിക്കറിയാം, ഇയാളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പ്രത്യേകിച്ച് പറയണമെന്നില്ല. ബിക്കോസ് ഐ നോ എവറിത്തിങ് അബൌട്ട് ദിസ് ഗായ് അല്ലെങ്കിൽ ദിസ് വുമൻ എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഓൾ ഇൻ ഓൾ ഐ തിങ്ക് നിങ്ങളെ ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അലോങ് വിത്ത് ദാറ്റ് the only thing is that I see the Knight of Swords energy and the 5 of Pentacles energy, which means ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുക. ആൻഡ് എടുത്ത് ചാടി ബിഹേവ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ മെസ്സേജസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാം. സോ 2 cards വെച്ചിട്ട് ഐ വിൽ ഗിവ് യു ദ ഏഞ്ചൽ ഗൈഡൻസ്. സോ ഫസ്റ്റ് ഐ സീ ഫോർഗീവ്നെസ്. അതായത് യു ഷുഡ് ഫോർഗീവ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. സോ യു നീഡ് ടു ഫോർഗീവ് if something wrong has happened. And next is trust. അഗൈൻ ഞാൻ പറഞ്ഞു ട്രസ്റ്റ് ഇഷ്യൂ, വഴക്ക് അല്ലെങ്കിൽ സംശയം, ഡൗട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആ ഒരു പേഴ്സണ് കംപ്ലീറ്റ് ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും തെറ്റായ ആളുടെ ഭാഗത്ത് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതായത് അവരുടെ എന്തെങ്കിലും ഒരു കാരണം നടന്നു, എന്തെങ്കിലും ഒരു കാര്യം നടന്നു ആൻഡ് നിങ്ങൾക്ക് അവിടെ ആ പേഴ്സണായിട്ടുള്ള ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു. അതായത് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവാം. അത് ആലോചിച്ചിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് പോയിട്ടുണ്ടാവും. സോ ആ ട്രസ്റ്റ് നിങ്ങൾ റീഗെയിൻ ചെയ്ത് ഹീൽ ചെയ്താൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് മര്യാദയ്ക്ക് മുന്നിലോട്ടേക്ക് പോകുള്ളൂ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് നമ്മുടെ പോർട്ടലിൽ നിന്ന് നമുക്ക് മെസ്സേജസ് ഫ്രം ദാറ്റ് പേഴ്സൺ കൂടെ നോക്കാം. സ്പെഷ്യൽ മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. I will take 3 messages from the person. Okay, ഇതിനകത്ത് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മെസ്സേജസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ഞാൻ പോസിറ്റീവ് മെസ്സേജസ് മാത്രമല്ല, there is negative and positive messages from this reading. So okay, let's see എന്താണ് മെസ്സേജസ് ഉള്ളത്. Okay,
ഇതിനകത്ത് എനിക്ക് കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഉടായ്പ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഇതിനകത്ത് ഫോർഗീവ്നെസ്സും ട്രസ്റ്റും ഒക്കെ വന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മെസ്സേജും വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ലൈക്ക് ഐ ആം സോറി ഫോർ എവറിഥിങ് ദാറ്റ് ഐ സെഡ്. ഞാൻ പറഞ്ഞതിന് എല്ലാം സോറി എന്നാണ് കാണുന്നത്. സോ ഞാനിത് ഫ്രണ്ട് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് വാട്ട്, അതൊരു റിവേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഐ ആം സോറി ഫോർ എവറിഥിങ് ദാറ്റ് ഐ സെഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ചെയ്ത എല്ലാ തെറ്റിനും സോറി അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സോറി പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ ഗ്രേറ്റ് എനർജി. Will you marry me? They want to marry you. So again, നിങ്ങളുടെ അടുത്ത് പാഷനേറ്റ് ആയിട്ട് ഉള്ള അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. They want to get married to you. നിങ്ങളുടെ അടുത്ത് will you marry me? There could be a chance. ഒരു പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, give me some space. അവര് ചോദിക്കാണ് നിങ്ങളുടെ അടുത്ത്, അവർക്ക് കുറച്ച് സ്പേസ് വേണം. ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും they need some space. അതായത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നല്ല, they need some space. അതായത് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് വേണം. ആൻഡ് വൈസ് വേഴ്സ, നിങ്ങളുടെ ലൈഫിലും അവർക്കൊരു സ്പേസ് വേണം. ആൻഡ് they want you to forgive them. അവര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ സോറി പറയാൻ റെഡിയാണ്. ആൻഡ് they want to get married, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റീകൺസിലേഷൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് വിത്ത് ദ മെസ്സേജസ്. ഐ സീ ദാറ്റ്. സോ അഗൈൻ ബ്യൂട്ടിഫുൾ എനർജി, ബ്യൂട്ടിഫുൾ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സോൾമേറ്റ്സും കൂടെയാണ്. അൺലൈക്ക് ഫയൽ നമ്പർ 1 ന്യൂ എനർജി അല്ല, നിങ്ങൾ സോൾമേറ്റ്സ് എനർജിയാണ്. സോ if you feel that this person is right for you, go for it. I would suggest. ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങളുടെ കമൻസും ഇതിൻ്റെ അകത്ത് അറിയിക്കുക. ആൻഡ് ഇഫ് യു നീഡ് പേഴ്സണൽ റീഡിംഗ്, താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ പേഴ്സണൽ റീഡിങ്സും ചെയ്തു തരുന്നതായിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് ഫയൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ചെയ്യാം. So the divine feminine energy is Our Lady of Guadalupe, the Empress of Protection. I am safe and divinely protected. I am held in love at all times. So this is like a motherly energy, more of like ഒരു motherly energy ആണ് ഇത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പല കാര്യത്തു നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കൊടുക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മദറിനെ പോലെ അല്ലെങ്കിൽ ഫാദറിനെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് Our Lady of Guadalupe, the Empress of Protection energy. അടുത്തതായിട്ട് നമുക്ക് ടാരോ ഗൈഡൻസിൽ എന്തൊക്കെയാണ് മെസ്സേജസ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. I see the Sun card. This could mean a new beginning, success. അതായത് നിങ്ങളുമായിട്ടൊരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് with the Sun card. And it's like a new beginning, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്തായാലും അത് സക്സസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വിത്ത് യു ആയിരിക്കാം, ഇത് ഒരു സക്സസിലേക്ക് തന്നെ പോകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് സൺ കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ
ഏസ് ഓഫ് വാൻസ്, അതായത് ഹൈലി പാഷനേറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് റീകൺസിൽ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വിത്തിൻ 1 month നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഏസ് ഓഫ് വാൻസ് എനർജി. നെക്സ്റ്റ് ഐ സീ ദ കിങ് ഓഫ് സോർഡ്സ് എനർജി, which means that ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മൂഡ് സ്വിംഗ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ടാവുക. യു പിക്കപ്പ് ഫൈറ്റ് ഈസിലി, പെട്ടെന്ന് പെട്ടെന്ന് അടി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ശരിയല്ലാന്ന് തോന്നുന്ന കാര്യത്തിന് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ചിലപ്പോൾ നിങ്ങൾ ഒരു ഇന്നസെന്റ് സോൾ ആണ്. നിങ്ങളിപ്പം അത്രയും ഈ സണ്ണിൽ ഞാനൊരു ബേബിനെ കാണുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങൾ എന്നാലും ഒരു മെച്ചുവേർഡ് സോൾ ആയിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുക. ലൈക്ക് ഒരു കുട്ടിത്തമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ സി ദ 9 of Cups energy. 9 of Cups energy എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഡൗട്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഡൗട്ട് ആയിരിക്കാം. അതേസമയം നമ്മൾ സൈക്കോളജിയിൽ പറയുമ്പം നമ്മൾ ഒരാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കൈകെട്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കാം നമ്മുടെ ഫ്രണ്ടിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മൾ പറയുന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ള എനർജിയാണ്. നമ്മൾക്ക് അവർ പറയുന്നൊന്നും നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ കൈകെട്ടി നിൽക്കുക എന്നുള്ളതാണ്. ആക്സെപ്റ്റൻസ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ കൈകെട്ടിയിട്ട് ഇരിക്കുക. സോ ആ ഒരു എനർജിയാണ് വിത്ത് ദ 9 of Cups എനർജി. ഇറ്റ് ഇസ് ലൈക്ക് ഡൗട്ട്, ട്രസ്റ്റ് ഇഷ്യൂ ആൻഡ് അവർ പറയുന്നത് കേൾക്കാൻ റെഡി അല്ലായ്മ. അങ്ങനെ ഒരു എനർജി ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് ആ ഒരു പേഴ്സൺ തോന്നുന്നുണ്ടാവാം. 10 of Pentacles, which means they wish to be settled with you. 10 of Pentacles എന്ന് പറയുന്നത് ടാരോന്റെ ഡെക്കിനകത്ത് തന്നെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതായത് വെദർ ഇറ്റ് ഇസ് മാരേജ്, കിഡ്സ്, നിങ്ങൾക്ക് പെറ്റ്സിന് താല്പര്യമുണ്ട്, പെറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്, എല്ലാം സെറ്റിൽ ആകുന്ന ഒരു എനർജിയാണ്. ഇതൊരു റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഹൈലി സെറ്റിൽഡ് ആവാൻ പോകുന്ന ഒരു എനർജിയും കൂടി ആണെന്ന് കാണിക്കുന്ന ഒരു തിങ് ആണ് ഒരു 10 of Pentacles കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി 6 of Cups energy, which means past life relationship. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് നിങ്ങളെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ ഇവർക്ക് അവരുടെ ലൈഫിൽ തന്നെ വേറെ ആർക്കോ അല്ലെങ്കിൽ അവരുടെ ആൻസിസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് ദേ ഫീൽ അവരെ ട്രൈബിലുള്ള ഒരാളാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫായിട്ട് തന്നെ ഇയാളായിട്ട് കണക്റ്റഡ് ആണ് എന്ന് തോന്നുന്ന ഒരു എനർജി. നൈറ്റ് ഓഫ് വാൻസ് അഗെയിൻ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് നൈറ്റ് ഓഫ് വാൻസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദേ വോണ്ട് ടു കം ടു യു ആൻഡ് ടോക്ക് ടു യു ആൻഡ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനും ഒക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട് the Knight of Wands energy. സോ ഇൻ ഹോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വിത്ത് ദ 10 of Pentacles energy in here. ദെൻ നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. പുതിയൊരു കണക്ഷനെക്കാട്ടിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ചിലപ്പം ഒരു ഫൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി അവർ നിങ്ങളിൽ കാണുന്നുണ്ട്. ബട്ട് 10 of ചിലപ്പോൾ നിങ്ങൾ അവർ പറയുന്ന കേൾക്കാൻ റെഡി ആവുന്നില്ല എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവാം. പക്ഷെ ഇതൊരു സക്സസ്സിലാവുമെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം. സോ ദാറ്റ് ഇസ് വാട്ട് ഐ സീ വിത്ത് ദിസ് റീഡിംഗ്. അടുത്തതായിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം. സോ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ അതിനുള്ള ഗൈഡൻസ് ഏഞ്ചൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഐ സീ ചൂസ് എ ന്യൂ ഡിറക്ഷൻ.
സോ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യണം എന്നാണ് എനിക്ക് കാണുന്നത്. മേ ബി ഇറ്റ് ഇസ് ലൈക്ക് റിഫോമിങ് സംതിങ്, അതായത് നിങ്ങളുടെ സ്വഭാവം മാറ്റുന്നതോ അല്ലെങ്കിൽ ഇയാളുമായിട്ടുള്ള അപ്രോച്ച് മാറ്റുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. പുതുതായിട്ടൊരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി ആസ്ക് യുവർ ഏഞ്ചൽസ്, അതായത് നിങ്ങൾ തന്നെ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ചുറ്റും തന്നെ ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓരോരോ സയൻസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം അതെന്തെങ്കിലും ഒരു ബേർഡിന്റെ ഫെതേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൈയിൽ വരുന്ന ക്ലൗഡ്സിന്റെ ഒരു ഫോർമേഷൻ ആയിരിക്കാം. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. മേ ബി യു നോ അ ലോട്ട് അബൌട്ട് ഇറ്റ്. അത് മനസ്സിലാക്കി ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് എടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് നിങ്ങൾ. സോ നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ത്രൂ ദിസ്, ആൻഡ് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഏഞ്ചൽസ് ആയിട്ട് തന്നെ തരും, ഡയറക്ട്ലി നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ലോട്ട് ഓഫ് മെസ്സേജസ്. സോ അടുത്തതായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പോർട്ടലിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്താണ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന 3 മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, I've got 3 messages. Okay, they have some trust issue. So they are saying, do you even love me? I don't trust you. നിങ്ങൾ അവരെ ശരിക്കും ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവര് ചിലപ്പോൾ സംശയത്തിലാണ്. ദേ ഹാവ് സം ട്രസ്റ്റ് ഇഷ്യൂ, അതായത് അവർക്ക് പാസ്റ്റിലുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അത് കാരണം അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അവര് വിചാരിക്കുന്നത് നിങ്ങൾ ശരിക്കും അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ട് ഈ ഒരു പേഴ്സണ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അത് ഈ പറയുന്ന 9 of Cups ഉള്ളതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് അവർക്കുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ആ ഒരു ഡൗട്ടിന്റെ കാരണം. സോ ദേ ആർ ആസ്കിങ് whether you love me like anything, and they're saying that they don't trust you. They have some kind of trust issues. So there comes അവിടുത്തെ പ്രോബ്ലം അവിടെ തന്നെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഐ സീ യു ആർ മൈ ഫസ്റ്റ് തോട്ട് ഇൻ മോർണിംഗ്. അവർ രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വിചാരിക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. യു ആർ മൈ ഫസ്റ്റ് തോട്ട് ഇൻ മൈ മോർണിംഗ്. So they are thinking about you, പക്ഷെ there is something that is stopping them എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. But they have നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലുള്ള സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. I will love you till my last breath എന്നാണ് എനിക്ക് കാണുന്നത്. which means അവരുടെ ലാസ്റ്റ് ശ്വാസം വരെയും അവർ നിങ്ങളെ ലവ് ചെയ്യും എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. So that is really great energy, which means അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള എനർജി എന്ന് പറയുന്നത് pretty much it's like റിയൽ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങളുടെ അടുത്ത് അവർക്കുണ്ട്. പക്ഷെ they are just ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് അവർക്കൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. സോ ദേ ആർ ലൈക്ക് സിംപ്ലി ഡൗട്ടിങ്. ചിലപ്പം നിങ്ങളുടെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ കാര്യങ്ങളോ ആയിരിക്കാം. സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് ടോക്ക് ടു ദം, ആൻഡ് ഫീൽ ദാറ്റ് ഈ ഒരു പേഴ്സൺ ആണ് എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ആൻഡ് തിങ്സ് ഷാൾ ഫോൾ ബാക്ക് നോർമൽ. അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബിഹേവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. So thank you so much for watching this video. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ please do like, share and subscribe to my channel. And നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. I will tell you the details how the reading is done. So once again, thank you so much for watching this video, and until next video, take care. Bye.